ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു 3-4 അപ്ഡേറ്റുകൾ മാത്രമേ പറയാനുള്ളൂ. ചെറിയ വീഡിയോ ആണ്, പക്ഷെ അത് പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നി. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ടൊവിനോ ബേസിൽ മൂവി വരുന്നുണ്ട്, അത് ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടുള്ള മിന്നൽ മുരളിയുടെ സെക്കൻഡ് പാർട്ടാണോ എന്ന രീതിയിൽ കുറെ ആളുകൾ ചോദിച്ചിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം സെക്കൻഡ് പാർട്ട് എന്തായാലും മിന്നൽ മുരളിക്ക് വരുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സിനിമ ആക്ച്വലി ബേസിൽ സംവിധാനം ചെയ്യുന്ന സിനിമയല്ല, ബേസിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള മിന്നൽ മുരളി സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു തോന്നുന്നത്, അങ്ങനെയായിരുന്നുള്ള ഒരാളാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുള്ളത്. ടൊവിനോ മാത്രമല്ല, ടൊവിനോ, ബേസിൽ, വിനീത്, ഈ 3 പേരുമാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. സോ ഇവിടെ തന്നെ നമുക്ക് ആ വാർത്തയായിട്ടും കൊടുത്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് ആൻഡ് വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ് ആർ കൊളാബറേറ്റിംഗ് ഫോർ എ മൂവി ഡയറക്റ്റഡ് ബൈ ബേസിൽ ജോസഫ്സ് അസിസ്റ്റന്റ് അസോസിയേറ്റ് ഓഫ് മിന്നൽ മുരളി സ്റ്റാർട്ട്സ് റോളിംഗ് സൂൺ എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. സോ ഒരുപക്ഷെ ഈ മിന്നൽ മുരളിയുടെ അസോസിയേറ്റ് ഇതിലുള്ളത് കൊണ്ട് മിന്നൽ മുരളി 2 എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. സോ അതിനെക്കുറിച്ച് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്തത് കാട്ടാളനെ കുറിച്ചാണ്. കാട്ടാളനിൽ ഹനാൻ ഷാ വരുന്ന ഒരു പോസ്റ്ററാണ് ലാസ്റ്റ് ആയിട്ട് അവർ തന്നിരുന്നത്. പക്ഷെ ഇപ്പൊ തന്നിട്ടുള്ള ലേറ്റസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് ആൻസൺ പോൾ ഇതൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലെ ആൻസൺ പോളിന്റെ കഥാപാത്രം നല്ല ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കാം. വെൽക്കമിങ് ദ സ്റ്റൈൽ ഐക്കൺ ആൻസൺ പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടു ദി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റർ ഇതാണ്, ജസ്റ്റ് ഒരു പോസ്റ്റർ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ക്വാളിറ്റി പോസ്റ്ററിന് അവരുടെ കളറിംഗ് മിക്സിംഗ് ഒക്കെ അതുപോലെ തന്നെ യൂസ് ചെയ്ത് ജസ്റ്റ് പുള്ളിക്കാരൻ നിൽക്കുന്ന ഒരു പോസ്റ്റർ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി പറയാനുള്ള അപ്ഡേറ്റ് ലോക കോമഡി അപ്ഡേറ്റ് ആണ്. ഇതെനിക്ക് ഞാൻ സീരിയസ്ലി ഒരു 15 പേരെങ്കിലും എനിക്ക് തോന്നുന്നു അയച്ചു തന്നിട്ടുണ്ടാവും. എന്തായാലും ഈ പോസ്റ്റർ ഇതാണ്. ഞാൻ പോസ്റ്റർ അതുപോലെ തന്നെ വെക്കാം. ബീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് വന്നിട്ടുള്ളത്. 9/7/2025 ഇന്ന് വന്നിട്ടുള്ള സാധനമാണ്. എത്ര ആളുകൾ എനിക്ക് അയച്ചെന്നുള്ള ഒരു ഐഡിയ ഇല്ല. 15 ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു മിനിമം. അറ്റ്ലി ചിത്രത്തിൽ അല്ലുവിന് വില്ലൻ വിൽ സ്മിത്ത്, സാക്ഷാൽ വിൽ സ്മിത്ത് എന്ന് റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. അത് നടക്കുകയാണെങ്കിൽ ഒരു ലോകാത്ഭുതങ്ങളിൽ പെട്ടൊന്ന് എന്ന് പറയേണ്ടി വരും. പക്ഷെ 99.999% ചാൻസ് ഇല്ല. ഇത്തരത്തിലൊരു കൺഫർമേഷനോ ഇത്തരത്തിലുള്ള ന്യൂസോ മറ്റു സംഭവങ്ങളോ ഒന്നും തന്നെ വേറെ വന്നിട്ടില്ല. അത് ആരോ പടച്ചു വിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിൽ സ്മിത്തിന് അത്ര കഴപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽ സ്മിത്തിന് അത്ര ദാരിദ്ര്യമുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല വില്ലനായിട്ടേ. അത് മെയിൻ വില്ലനായിട്ട്, അല്ലു അർജുന്റെ വില്ലനായിട്ട്. നമ്മൾ പറയുമ്പോൾ അല്ലു അർജുൻ ഭയങ്കര സംഭവം തന്നെയാണ്, ഇന്ത്യൻ സിനിമ മോശമൊന്നും പറയുന്നില്ല. ബട്ട് വിൽ സ്മിത്തിന്റെ റേഞ്ച് എവിടെ നിന്നാണ്? അതായത് ഹോളിവുഡ് സിനിമകൾ വെല്ലുന്ന രീതിയിൽ സിനിമകൾ ചെയ്യാൻ ഇപ്പോഴും നമുക്ക് കഴിയും. ഉദാഹരണം, അത് അവർ ചെയ്യുന്ന അതുപോലെ ഏകദേശം കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് കൽക്കി 2898 എന്ന് പറഞ്ഞ പടമൊക്കെ നാഗശ്വനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് കപ്പാസിറ്റിയുള്ള സംവിധായകരുണ്ട്, നടന്മാരും ഉണ്ട്. എസ് രാജമൗലി അടക്കമുള്ള ആളുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ കഥ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒന്നും വേണ്ട. ഇനിയിപ്പോ നമുക്ക് വരാനിരിക്കുന്ന രാമായണം തന്നെ ഏത് ലെവലിൽ പോകും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കാത്തിരിക്കാം. സോ മാത്രമല്ല, പുറത്തുനിന്ന് മ്യൂസീഷ്യൻസിനെ വരെ നമ്മൾ ഹോളിവുഡ് പടങ്ങളുടെ ഗ്ലാഡിയേറ്റർ, F1, ഇന്റർസ്റ്റെല്ലാറിന്റെ ഒക്കെ മ്യൂസീഷ്യനാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ചെയ്യാം. ബട്ട് വിൽ സ്മിത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻ പേഴ്സൺ നമ്മൾ എടുക്കുന്ന സമയത്ത് അയാളുടെ റേഞ്ച് എന്താണ്? അത് ഇത്തരം പടത്തിലൊരു വില്ലനായിട്ട് വരുമോ എന്നുള്ള വളരെ കോമൺ സെൻസ് വെച്ച് ആലോചിക്കാവുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. സാധ്യത വളരെ കുറവാണ്. ബട്ട് പല ആളുകളും പറയുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഡോൺലി ഒരു പ്രധാന റോളിൽ വരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ക്യാമിയോ റോളിൽ വരുന്നില്ലേ? സോ ഇദ്ദേഹത്തിന് വന്നൂടെ? ഈ ഡോൺലി വരുന്നു എന്നുള്ളത് പോലും ആക്ച്വലി കൺഫേംഡ് അല്ല. ആൻഡ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വരുന്നൊക്കെയാണ്. ചിലപ്പോൾ ഏതെങ്കിലും സീനിൽ ചിലപ്പോൾ ക്യാമിയോ ഒക്കെ പറയാൻ പറ്റില്ല, വന്നു തന്നെ വിചാരിക്കട്ടെ. കാരണം അറ്റ്ലീസ്റ്റ് ഈ ചിത്രത്തിന്റെ 900 കോടിയാണ് ബജറ്റ് പറയുന്നത്. സോ പറയാൻ പറ്റൂല, ചിലപ്പോൾ വന്നാലോ ഓക്കെ. പക്ഷെ മെയിൻ വില്ലനായിട്ട് വരുന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്യാമിയോ ആയിരിക്കാം. വില്ലൻ പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് വെച്ച് എന്തെങ്കിലും പറഞ്ഞ് നിർത്തുന്ന സാധനമൊക്കെ എന്തെങ്കിലും ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ബട്ട് ചാൻസ് ഈസ് വെരി 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 ലോ. പിന്നെ കഴിഞ്ഞൊരു അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. ബട്ട് ഈ രാക്ഷസൻ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് പാർട്ട് എന്ന് ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കുറെ ആളുകൾ പറയുന്നുണ്ട്. ഓൾറെഡി ഷൂട്ട് തുടങ്ങി എന്നുള്ളത്. ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്. ബട്ട് ഇനി ഒരു പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ടൈം സ്ലിപ്പ്. ഈ ഷൂട്ട് തുടങ്ങിയെന്നല്ല, 2ാം ഭാഗം സംഭവിക്കും എത്രയും പെട്ടെന്ന്. ഈ വർഷം ലാസ്റ്റോട് കൂടി ഇല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയേക്കാം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ചിന്തകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. പക്ഷെ കൺഫേം ആയിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം മമ്മൂക്കയെ കുറിച്ചാണ്. മമ്മൂക്കയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്.
എന്നാൽ ഒഫീഷ്യലി അവർ വലിയ പ്രശ്നമൊന്നുമില്ല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തോ ക്യാൻസർ ആണെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളാണ്. ഒന്നും ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് അവരത് പുറത്തു വിടാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബട്ട് എന്തോ അദ്ദേഹം കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മാസം അദ്ദേഹം കേരളത്തിലെത്തും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത. ഇപ്പൊ പുറത്താണ് ആളുള്ളത്. ആദ്യം മഹേഷ് പടം കടങ്കാവൽ പ്രൊമോഷനിലും പങ്കെടുക്കും. ഇതാണ് വാർത്ത എന്നുള്ളത്. ഈ മാസം അവസാനത്തോടെ മമ്മൂട്ടി കേരളത്തിലെത്തും. ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ സിനിമാ തിരക്കുകളിൽ സജീവമായേക്കും. ചികിത്സയുടെ മറ്റു കാര്യങ്ങൾ തീർന്നു വരുന്നു എന്നുള്ളതാണ് വാർത്തയിൽ അറിയാൻ പറ്റിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ആദ്യം മഹേഷ് പടമാണ്. മഹേഷ് പടം എന്ന് പറഞ്ഞാൽ അറിയാലോ, മാഷ് നാരായണൻ മൂവിയാണ് ഉദ്ദേശിക്കുന്നത്. പാട്രിയോട്ട് അതാണ് സിനിമ പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം കുറെ ഭാഗങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടനൊക്കെ ശ്രീലങ്കയിൽ അടക്കമുള്ള സിനിമയുടെ പല ഭാഗങ്ങളും ചെയ്തു കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനൽ റാപ്പ് കഴിഞ്ഞ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ തീർക്കാനുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. അപ്പൊ ആദ്യം ആ കംപ്ലീറ്റ് ആക്കാനുള്ള പോർഷൻ കവർ ചെയ്തതിന് ശേഷം കളങ്കാവലിന്റെ പ്രൊമോഷനിൽ അദ്ദേഹം പങ്കെടുക്കും. സോ ഹീസ് ബാക്ക്. മെഗാസ്റ്റാർ ഈസ് ബാക്ക്. ഇനി നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന പലതും കാണാം എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തൂ. ആൻഡ് മമ്മൂക്കയുടെ നിങ്ങൾ കാത്തിരിക്കുന്ന പടം അത് ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന പാട്രിയോട്ട് ആണോ അതോ കളങ്കാവലാണോ എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ